ഹായ്, നിങ്ങളുടെ ബിസിനസ്സിൽ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ സ്കാനർ മുഖേന പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന വ്യക്തികളാണ്. നമ്മൾ ഈ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് ഒരു ലിമിറ്റ് കഴിഞ്ഞു ഇൻകം ടാക്സ് ആവട്ടെ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, എല്ലാവരും ട്രാക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ GST എടുക്കാതെ നമ്മളെ സ്കാനർ വഴി ഒരു നിശ്ചിത പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ GST നോട്ടീസ് വരും. ഇപ്പൊ വന്നിട്ടുണ്ട് ഒരു പാനിപൂരിക്കാരന് ഭയങ്കര ഫേമസ് ആയിരുന്ന ആള് GST ഇൻകം ടാക്സ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ നമുക്കും വരാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് GSTയില് 40 lakh എബോ ഗുഡ്സ്, അതായത് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ 40 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ GST എടുക്കാൻ നിർബന്ധിതനാണ്. അതുപോലെ നിങ്ങൾ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ GST നിർബന്ധമായിട്ട് എടുക്കണം. അപ്പൊ നമ്മൾ ഈ സ്കാനർ വഴിയൊക്കെ പേയ്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ ലിമിറ്റ് എത്ര ആയിട്ടുണ്ട്, ജസ്റ്റ് ടേൺ ഓവർ ലിമിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിൽ വന്നില്ല എമൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുക. 20 ലക്ഷത്തിന് മുകളിൽ സർവീസ് ചെയ്യുന്ന ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും GST എടുക്കണം. അതുപോലെ 40 lakh എബോ ടേൺ ഓവർ ഉള്ള ഗുഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് GST എടുക്കണം. അല്ലാത്ത പക്ഷം GSTക്കാർ ഇപ്പം ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് നോട്ടീസ് വരും. സോ നിങ്ങൾ സ്കാനർ ഉപയോഗിച്ച് പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഈ ലിമിറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറയുക. അവർക്ക് ഈ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.